ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. തെറ്റൊക്കെ ഉണ്ടാവും, ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ക്ഷമിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത്. സോ പണ്ട് പുരാണങ്ങൾ കഥയൊക്കെ എടുത്താലും അതിലെ പ്രാവ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ സമാധാനത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്, പ്രണയത്തിൻ്റെ ദൂതരായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ക്വാളിറ്റിയുള്ള നമ്മുടെ പ്രാവുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ പ്രാവിനെ കാണാൻ നമുക്ക് ചുറ്റും നോക്കിയാൽ പോരെ എന്ന് തോന്നാം. പക്ഷേ അവരുടെ ഒരു ലോകം, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഫാം, അവിടെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. റോയൽ SR എന്നാണ് നമ്മൾ ഈ ഫാമിൻ്റെ പേര്. പ്രാവുകൾക്ക് വേണ്ടി മാത്രമായിട്ട് രജിസ്റ്റേർഡ് ഫാമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫസ്റ്റ് ആയിരിക്കും പ്രാവിന് വേണ്ടിയിട്ടുള്ളൊരു രജിസ്റ്റേർഡ് ഫാം എന്ന് പറയുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഓഫീസാണ് കേട്ടോ. ഹാൻഡൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണത്. ഇവിടെ നിന്ന് ഇപ്പം നമ്മളിതാ നേരെ പോകുന്നത് ഫസ്റ്റ് കേജിലേക്കാണ്. കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ കേജ്. നമുക്ക് ഈ കൂടുകളൊക്കെ കാണാം. സാധാ പ്രാവ് കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ടെക്നിക്കലായ രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ കൂടിൻ്റെ സൈഡിലും ഒരു നീല പൈപ്പും അതിനോടനുബന്ധിച്ചൊരു ചെറിയ പാത്രമൊക്കെ കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ അതൊക്കെ ഒന്നിച്ച് പമ്പ് ചെയ്യുന്ന സെറ്റപ്പ് എന്തൊക്കെയാണ്. മൊത്തത്തിൽ ടെക്നിക്കലായിട്ടുള്ള രീതിയിലായാലും വളരെ ഇമ്പ്രൂവ് ആയിട്ട് അവർക്ക് വേണ്ടി അവരുടെ എല്ലാ മെയിൻ്റനൻസും നോക്കി വരുന്ന ഒരു ഫാമാണിത്. ക്ലീൻ ചെയ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാം ടേക്ക് കെയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോകണം. എന്തെങ്കിലും ഒരു അസുഖം, ഇൻഫെക്ഷൻ ഒരെണ്ണത്തിന് വന്നാൽ മതി, അതപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി വന്ന് ആകെ ബുദ്ധിമുട്ടായി മാറും. അത് ചിലപ്പോൾ നമ്മളുടെ ഈ പ്രാവ് വളർത്തലിനെ തന്നെ ബാധിച്ചെന്ന് വരാം. അതുകൊണ്ട് അത്ര ടേക്ക് കെയർ ചെയ്ത് അവരുടെ ഓരോ വ്യത്യാസവും മനസ്സിലാക്കി പോവാന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെയാണ് ഇവർ കെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും കുറേ ഹോബികളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതുപോലെ പുള്ളിയുടെ ഹോബി ആയിരുന്നു പ്രാവിനെ വളർത്തുക എന്നുള്ളത്. അത് കുറേ നാൾ കഴിഞ്ഞ് ജോലി കിട്ടി വിദേശത്ത് പോയി. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ ഇതുപോലെ കുറേ കൂടുകളൊക്കെ വെച്ച് അവിടെ ചെയ്തു. 2015 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്. അതിനുശേഷം 2018 കഴിഞ്ഞ് ഇപ്പോൾ ഈ 19 പുള്ളി ശരിക്കും ഒരു രജിസ്റ്റേർഡ് ഫാമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മാറ്റി ഒരു ഫാമിൽ ശരിക്കും തുടങ്ങിയതിന് ശേഷം ഒരു അസിസ്റ്റൻ്റ് കൂടി ഉണ്ട്. ഒരുപാട് ഇപ്പം നമ്മളെ കേരളത്തിലായാലും ഡിസ്ട്രിക്റ്റ് വൈസ് ആയാലും പ്രാവുകളുടെയും പെറ്റ് ആനിമൽസിൻ്റെ ഒക്കെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പ്രാവുകളെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുകയും പ്രൈസ് നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് കേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത അറിയോ? ഇവിടെ എല്ലാ പ്രാവുകളെയും കുഞ്ഞു കുഞ്ഞു കൂടുകളിലൊന്നുമല്ല, ആ വലിയ കേജിൻ്റെ ഉള്ളിൽ ഒന്നിച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് സ്വതന്ത്രമായിട്ട് പറക്കാം, ഫുഡ് എല്ലാം അവർ ഒരുമിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കേജും സെയിം ഇതുപോലെ തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കേജിൽ ആൺപ്രാവുകളും മറ്റേ കേജിൽ പെൺപ്രാവുകളാണ്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ പ്രാവുകളെ സെപ്പറേറ്റ് ചെയ്ത് വലുതാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നല്ല ബ്രീഡുകളെ കാണുമ്പോൾ അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് പെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, പ്രാവുകളുടെ ഒരു ലോകത്ത് അതും എന്തൊരു രസമാണ് കാണാൻ. വെള്ളക്കളറൊക്കെ ഉള്ളതിന് എന്തൊരു ക്യൂട്ടാണ്. ബ്ലാക്കും വെള്ളമൊക്കെ ആയിട്ട് പൊരിച്ചുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പെയർ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പെയർ ആക്കിയിട്ട് അതിനെ ബ്രീഡ് ചെയ്യിച്ച് കണ്ടോ കുറേ എണ്ണം അടയിരിക്കുന്നത് കാണാം. ചിലത് ഇണകളാണ്, എല്ലാ കൂട്ടിലും ഇണകളായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാ അറിയോ? കണ്ണ് മൂടിയിട്ട് ഒരു പ്രാവുണ്ടായിരുന്നു. ആ പ്രാവ് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ പ്രാവ് ഇപ്പം തന്നെ കണ്ടില്ല, അതെന്താ അറിയോ? കോഴിയുടെ മാതിരി വലിയ പ്രാവാണത്. നമ്മൾ കണ്ടാൽ വിചാരിക്കും അത് കോഴിയാണ്, പക്ഷെ ശരിക്കും അത് പ്രാവാണ്. പിന്നെ അടുത്ത പ്രത്യേകത കുറേ എണ്ണം കണ്ണ് മൂടി ഫുള്ള് രോമായിട്ടുള്ളതാണ്. ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്കതൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. പിന്നെ ഇതിൽ
ഭയങ്കര പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു പ്രാവ് ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കാരിയർ എന്നാണ് പറയുന്നത് ഈ പ്രാവിൻ്റെ പേര്. ഇത് പല കളറിലുണ്ട്, ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, എല്ലാ കളറിലും ഉണ്ട്. ഇതിൻ്റെ കൊക്കിൽ കണ്ടോ കുറച്ച് മാംസഭാഗം പോലെ നിൽക്കുന്നത്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നീളൻ കഴുത്തും ആ കൊക്കും കണ്ടോ. ഇതൊക്കെ എന്തൊരു ക്യൂട്ടാണ് കാണാൻ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫാം തുടങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഒക്കെയുള്ള ഒത്തിരി പ്രാവുകളെ നമുക്കിതിൽ കാണാൻ പറ്റും. പുറത്ത് ഇനിയൊരു കേജ് കൂടി ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ ആയപ്രാവുകൾ അടയിരുത്തുന്ന ഏരിയയാണ്. മുട്ടയിട്ട് ആ മുട്ട കൊണ്ടുപോയിട്ട് വേറെ പ്രാവിനെ കൊണ്ട് അടയിരുത്തുന്ന, ആയപ്രാവുകളെ കൊണ്ട് അടയിരുത്തി വിരിയിച്ച് ചെയ്യുന്നൊരു സംഭവമാണ് അവിടെ. അങ്ങോട്ട് നമ്മൾ പോയില്ല. കണ്ടില്ലേ, ഇവിടെ റൂഫിലും മറ്റേ ഫാനും സംഭവങ്ങളൊക്കെ വെച്ച് എല്ലാം ഇവർക്ക് വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മളെ ഫാമിൻ്റെ ഓണർ ഷിഹാബിക്ക. ഞങ്ങൾ ഒരുപാട് പറഞ്ഞത് ഒന്ന് നിൽക്കാൻ, പുള്ളി വീഡിയോയിൽ നിന്നേ ഇല്ല, അതുകൊണ്ട് ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ്. അപ്പം നമ്മളിവിടെ നിന്ന് പോവാണ്. നമ്മൾക്കിനി വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് കാണാം. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രാവുകളുടെ ലോകത്തായിരുന്നു ഇത്രയും നേരം. സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, കാരണം അത്ര രസമായിരുന്നു. നമ്മൾ അതിനുള്ളിൽ കയറി ഓരോന്നിനെ കണ്ട് ഓരോ വെറൈറ്റികളും കാണുമ്പോൾ ഇത്ര അധികം ഉണ്ടോ എന്നൊക്കെ നോക്കിപ്പോൾ സൂപ്പറായിരുന്നു.